നമസ്കാരം. വിസ്മയുടെ ആത്മഹത്യയുമായി തന്നെ നേരിട്ട് ബന്ധിപ്പിക്കാൻ തെളിവില്ല. പ്രതി കിരൺകുമാർ നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. സ്ത്രീധന പീഡനത്തെ തുടർന്ന് ജീവനൊടുക്കിയ വിസ്മയുടെ കേസിൽ ശിക്ഷാവിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതി കിരൺകുമാർ നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മയാണ് ഹർജി പരിഗണിക്കുന്നത്. ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ല എന്നാണ് കിരൺ ഹർജിയിലൂടെ ഉന്നയിച്ചിരിക്കുന്നത്. പ്രതി കിരൺ നിലവിൽ പരോളിലുമാണ്. വിസ്മയ കേസിൽ 10 വർഷം തടവ് ശിക്ഷ വിധിച്ച വിചാരണ കോടതി വിധിക്കെതിരെയാണ് പ്രതി കിരൺ സുപ്രീം കോടതിയെ സമീപിച്ചത്. കിരണിന്റെ ഹർജി ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മ പരിഗണിക്കും. പ്രതി കിരൺ ഇതേ ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചു എങ്കിലും ഇതുവരെ തീരുമാനമാകാത്ത സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. വിസ്മയുടെ ആത്മഹത്യയുമായി തന്നെ നേരിട്ട് ബന്ധിപ്പിക്കാൻ തെളിവില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ല എന്നും ഹർജിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. പ്രതിയുടെ ഇടപെടൽ കൊണ്ടാണ് ആത്മഹത്യയെന്ന് തെളിയിക്കുവാനായിട്ടില്ല. മാധ്യമ വിചാരണയുടെ ഇരയാണ് താനെന്നും കിരൺകുമാർ ഹർജിയിൽ ആരോപിച്ചിട്ടുണ്ട്. കിരൺ നിലവിൽ പരോളിലാണ്. കഴിഞ്ഞ മാസം 30-ന് പോലീസ് റിപ്പോർട്ട് എതിരായിട്ടും ജയിൽ മേധാവി പ്രതി കിരണിന് പരോൾ അനുവദിച്ചിരുന്നു. 2021 ജൂണിലാണ് ഭർത്ത് വീട്ടിൽ വിസ്മയ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്.